സോ ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങളൊരു സാംസങ് ഗാലക്സി S23 ബിഗ് ബില്യൺ ഡേയ്സിന് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ഞാൻ എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ റിവ്യൂവിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ നെറ്റ്വർക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നെ നമ്മുടെ സാംസങ് ഗാലക്സി S24 നല്ല വില കുറവുണ്ടാവും ബിഗ് ബില്യൺ ഡേയ്സിൽ. പക്ഷേ ഞാൻ പറയണത് സാംസങ് ഗാലക്സി S24 കൂടെ പോവാതിരിക്കുക. ബിക്കോസ് കുറേ യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്, പിന്നെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ കാണാൻ കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. ആ ഫോൺ അഥവാ സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റിലാണ് വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ സാംസങ് ഗാലക്സി S24 റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അത് എക്സിനോസ് വേരിയൻറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് സാംസങ് ഗാലക്സി S23 മേടിക്കാം. ആദ്യം നമുക്ക് തുടങ്ങാം ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ്. അപ്പോൾ 120 Hz റിഫ്രഷ് റേറ്റ് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്ക്രോളൊന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് അത് 24 Hz വരയ്ക്കും കുറയും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവില്ല. നമ്മൾ സാധാരണ 120 Hz കോൺസ്റ്റൻ്റായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇതൊന്നും സ്ക്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് 60 Hz ആയിട്ടും കുറഞ്ഞിട്ട് 24 Hz വരയ്ക്കും കുറയും. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി നന്നായിട്ട് സേവ് ആവും. അതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രൈറ്റ്നസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. പക്ഷേ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയെന്ന് വെച്ചാൽ 1750 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. അത് സെയിം പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് സാംസങ് ഗാലക്സി S23 അൾട്രയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിയിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റിയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ മൂവീസൊക്കെ കാണാൻ വെച്ചാൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്, ഇതിൽ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആയതുകൊണ്ട് നിങ്ങൾക്ക് മൂവീസൊക്കെ കാണുമ്പോൾ അത്ര നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു വലിയ ഡിസ്പ്ലേയിൽ യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ മൂവീസോ സീരീസോ കാണുമ്പോൾ അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ല. പക്ഷേ എനിക്ക് ഈ പ്രശ്നം വന്നിട്ടില്ല. ഇപ്പോൾ അടുത്ത സ്പീക്കർ ക്വാളിറ്റിനെ പറ്റി നോക്കാം. ഇതിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ അത്യാവശ്യം ഡീസൻ്റായ സൗണ്ട് ക്വാളിറ്റിയാണ്, അത്യാവശ്യം ലൗഡാണ്, പിന്നെ അത്യാവശ്യം ചെറിയൊരു ഡെപ്ത് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റായ സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ കേൾപ്പിക്കുക, ഹെഡ്ഫോൺ വെച്ചിട്ട് നിങ്ങൾ കേൾക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. അടുത്ത നമുക്ക് നോക്കാം ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അത്യാവശ്യം ഡീസൻ്റ് ആണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഐഫോണിൻ്റെ കൂടെയോ അല്ലെങ്കിൽ OnePlus 12 കൂടെ ഒക്കെ കമ്പയർ ചെയ്യാൻ വെച്ചാൽ ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അത്ര പോരാ. പക്ഷേ അത്യാവശ്യം ഡീസൻ്റായ ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി പറയാം. നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ജിയോൻ്റെ സിമ്മായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിലെനിക്ക് കോൺസ്റ്റൻ്റായിട്ട് 5Gയുടെ നെറ്റ്വർക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നാലും എനിക്ക് 5Gയുടെ നെറ്റ്വർക്ക് സുഖമായിട്ട് കിട്ടിയിരുന്നു. അതേ സമയത്ത് എൻ്റെ അടുത്ത് വേറെ കുറേ ഫോണുണ്ട്. iPhone 12 ഉണ്ട്, S21 FE ഉണ്ട്, പിന്നെ CMF ഫോൺ 1 ഉണ്ട്. അതിലൊന്നും എനിക്ക് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നാലും എനിക്ക് 5Gയുടെ നെറ്റ്വർക്ക് വലിച്ചെടുക്കില്ല. പക്ഷേ S23യിൽ എനിക്ക് 5Gയുടെ നെറ്റ്വർക്കും കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ നല്ല ഫാസ്റ്റായ ഇൻ്റർനെറ്റ് സ്പീഡും കിട്ടുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റിയിൽ എനിക്കൊരു കംപ്ലയിൻറ്റും ഇല്ല. അതേമാതിരി കോൾ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ്റെ പിന്നെ കോൾ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഡീസൻ്റാണ്. ഇനിയിപ്പോൾ അടുത്ത് പെർഫോമൻസിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ S23യിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 2ൻ്റെ പ്രൊസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എ വെരി പവർഫുൾ പ്രൊസസ്സർ ആൻഡ് ലാസ്റ്റ് ഇയർ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണത്. അപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പെർഫോമൻസിൽ ഒരു കുറവുണ്ടാവില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ലൈക്ക് എന്തൊക്കെ യൂസ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം, അതേമാതിരി ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതൊക്കെയല്ലേ യൂസ് ചെയ്യുക. അതിലൊക്കെ നല്ല സ്മൂത്തായിട്ടാവും ഇത് വർക്ക് ചെയ്യുക. ഒരു ലാഗും ജിറ്ററൊന്നും കാണാതെ നല്ല സ്മൂത്തായിട്ടാവും വർക്ക് ചെയ്യുക. അതേ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ പറയാന്ന് വെച്ചാൽ സാംസങ് ഒരിക്കലും
ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഫോൺ ഉണ്ടാക്കാറില്ല. അതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിൻ്റെ ഫോൺ വേണമെങ്കിൽ ഐക്യൂൻ്റെ ഫോണുണ്ട്, അതുമാതിരി പൊക്കോൻ്റെ ഫോണുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഐക്യൂൻ്റെ കൂടെ അല്ലെങ്കിൽ പൊക്കോൻ്റെ കൂടെ ഒക്കെ പോവുക. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഡിവൈസ് അല്ല. പക്ഷേ ഗെയിംസൊക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഗെയിമിങ്ങോ ഇതിൽ കളിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഗെൻഷിൻ ഇമ്പാക്റ്റിൻ്റെ മാരത്തെ ഗ്രാഫിക് ഇൻറ്റൻസീവ് ഗെയിമൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ ബാക്ക് കവറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വേണം നിങ്ങൾ കളിക്കാൻ. ബിക്കോസ് ഇത് ചെറിയൊരു കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. അപ്പോൾ അത്യാവശ്യം പെട്ടെന്നൊന്ന് ചൂടാവും ഈ ഫോണ്. പക്ഷേ പെർഫോമൻസിൽ ഒരു കുറവും തോന്നിക്കില്ല നിങ്ങൾ. അതാണ് ഒരു കുഴപ്പം. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും, നിങ്ങളിപ്പോൾ 4K വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും 8K വീഡിയോ റെക്കോർഡ് ആണെങ്കിലും അത്യാവശ്യം വാം ആവുന്നല്ലാതെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടില്ല. പിന്നെ പെർഫോമൻസ് നല്ല പെർഫോമൻസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 5 മാസത്തിൽ നല്ല പെർഫോമൻസാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ സ്റ്റോറേജ് നോക്കാന്ന് വെച്ചാൽ UFS 4.0 ആണ് എൻ്റെ അടുത്തുള്ള വേരിയൻറ്റിൽ. മീൻസ് 256 GB സ്റ്റോറേജ് വേരിയൻ്റാണ്. അതിൽ UFS 4.0 ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 256 GB വേരിയൻറ്റിൻ്റെ കൂടെ പോവുക. നല്ല മാറ്റമുണ്ട്. UFS 3.1 സ്റ്റോറേജാണ് 128 GB കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആപ്പ് ഓപ്പണിംഗ് ടൈമൊക്കെ നോക്കിയാലും അതേമാതിരി ഡാറ്റ ട്രാൻസ്ഫറൊക്കെ ചെയ്യാൻ നോക്കുകയാണെങ്കിലും നല്ല ഫാസ്റ്റ്, മീൻസ് ഒരു 10 times ഫാസ്റ്റാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കമ്പയർഡ് ടു UFS 3.1. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് 256 GB സ്റ്റോറേജ് വേരിയൻ്റെ കൂടെ പോവുക. ഇപ്പോൾ അടുത്ത റാം മാനേജ്മെൻറ്റ് നല്ല ഡീസൻ്റാണ്. നമുക്ക് 8 GB റാമാണ് കിട്ടുന്നത്. ആപ്ലിക്കേഷൻസൊക്കെ മെമ്മറിയിൽ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാറ്ററി ലൈഫിനെ പറ്റി പറയാം. ഇതിൽ നമുക്ക് 3900 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര ചെറിയൊരു ബാറ്ററി ഇല്ല, അപ്പോൾ എന്തായാലും ഒരു ദിവസം നിൽക്കില്ല എന്ന്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. ഇവിടെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എ വെരി പവർഫുൾ പ്രോസസ്സർ ആൻഡ് എ വെരി എഫിഷ്യൻറ്റ് പ്രോസസ്സർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ് ഇതിൽ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം പറയാൻ വെച്ചാൽ ഞാൻ ഒരു ഹെവി യൂസറാണ്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം പറയാൻ വെച്ചാൽ എനിക്ക് 6 to 6.5 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം ഈസിലി എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ യൂസേജ് നോക്കാൻ വെച്ചാൽ 60% ഓഫ് ദ ടൈം എൻ്റെ ഫോണ് വൈഫൈയിലായിരിക്കും, പിന്നെ ബാക്കി 40% മൊബൈൽ ഡാറ്റയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു യൂസേജാണ്. പിന്നെ ഞാൻ ഗെയിംസ് ഇടയ്ക്കൊക്കെ കളിക്കും. എപ്പോഴും ഗെയിമൊന്നും കളിക്കുന്ന ഒരാളല്ല. അതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കും, കോൾസ് ഉണ്ടാവും, പിന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ഒരു യൂസേജാണ് എനിക്ക്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത്. ഇനിയിപ്പോൾ അടുത്ത് ചാർജിങ് സ്പീഡിനെ പറ്റി നോക്കാമെന്ന് വെച്ചാൽ ഞാൻ 25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യാറ്. അപ്പോൾ 7% to 100% ആവാം 1 hour 10 minutes ആണ് പഠിക്കുന്നത് ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്ത ക്യാമറ ക്വാളിറ്റി. അപ്പോൾ ക്യാമറ ക്വാളിറ്റീനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. ഭയങ്കര ഇമ്പ്രസീവായ ഈ ക്യാമറ തന്നെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ആയിക്കോട്ടെ, മെയിൻ ക്യാമറ 50 MP വരുന്നത്, പിന്നെ ടെലിഫോട്ടോ ലെൻസ് 10 MP, പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ 12 MP വരുന്നത്. അപ്പോൾ ഈ 3 ക്യാമറയിലും നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രസീവ് റിസൾട്ട്സ് ആവും കിട്ടുക. അതേമാതിരി ഫ്രണ്ട് ക്യാമറ നോക്കുകയെന്ന് വെച്ചാൽ 10 MP പക്ഷേ 10 MP നമുക്ക് 10 MP മാതിരി തോന്നിക്കില്ല, ഒരു 32 MP മാതിരിയാണ് തോന്നിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് സാംസങ് ഗാലക്സി S21 FE ഉണ്ട്. അതിലത്തെ 32 MP ഓൺ ആക്കിയിട്ട് ഞാൻ സെൽഫി എടുക്കുകയാണെങ്കിലും ഇതിലത്തെ 10 MP ഓൺ ആക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കുകയാണെങ്കിലും എനിക്ക് ഈ S23 ഫോട്ടോ ആണ് കുറച്ചുകൂടി ഷാർപ്പും ക്ലിയറും തോന്നിക്കുന്നത്. അതേമാതിരി നത്തിങ് ഫോൺ 2ലും 32 MP ക്യാമറയാണ്. അത് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കി, അതിലും ഇത്ര ഷാർപ്പായ ഫോട്ടോസ് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇപ്പം നിങ്ങളൊരു സാംസങ്ങിൻ്റെ ഷോറൂമിലൊക്കെ പോയിട്ടൊന്ന് S23 സെൽഫീസ് എടുത്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല ഫോട്ടോസാണ് അത് എടുക്കുന്നത്, ഡിസ്പൈറ്റ് ഹാവിങ് 10 MP ക്യാമറ. അതേമാതിരി ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിലത്തെ ക്യാമറയിൽ ഇപ്പോൾ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, നല്ല ഷാർപ്പ് ഇമേജസാവും എടുത്ത് തരിക. പക്ഷേ ഇതിൽ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ പോകുമ്പോൾ നൈറ്റ് മോഡൊക്കെ ടേൺ ഓൺ ആവും വൈഡ് ആംഗിൾ ക്യാമറയിൽ, പക്ഷേ അത്ര ഇമ്പ്രസീവായ റിസൾട്ട്സ് കിട്ടില്ല. ആ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മാതിരത്തെ ഒരു കാഷ്വൽ യൂസർ ആണെങ്കിൽ ഇതിലത്തെ ക്യാമറ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് പറയണോ നിങ്ങൾക്ക് ഇമ്പ്രസീവായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാൻ
പറയാനില്ലേ ഇതിൻ്റെ ക്യാമറേനെ വേണ്ടിയിട്ട്. അത്രയും ഇമ്പ്രസീവ് ആയ ക്യാമറയാണ് എനിക്ക് തോന്നിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് പറയും ഷോമി 14 അല്ലെങ്കിൽ വിവോ X100 അതിൻ്റെ ക്യാമറ ഇതിൻ്റെ ആട്ടും കുറച്ച് ബെറ്റർ അല്ലേ എന്ന്. ഓക്കെ, സമ്മതിച്ചു. ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ ക്യാമറയും കുറച്ചുകൂടി നല്ല റിസൾട്ട്സ് തരിക, കുറച്ചുകൂടി ക്ലിയറായി ഫോട്ടോസ് ആ വിവോ X100ലും ഇല്ലെങ്കിൽ ഷോമി 14 അൾട്രയിലൊക്കെ ആവും കിട്ടുക. പക്ഷേ ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റിയും അത്രയും പിന്നാക്കല്ല, നല്ലൊരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഇതിലും കിട്ടുന്നത്. നിങ്ങൾക്ക് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ അത്യാവശ്യം ഡീസൻ്റായ ഫോട്ടോസാണ് ഇതിലത്തെ മെയിൻ ക്യാമറ എടുത്തു തരിക. അതേമാതിരി ടെലിഫോട്ടോ ലെൻസിൽ നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല പോർട്രേറ്റ് ഫോട്ടോസാണ് ഇത് എടുത്തു തരിക. നമുക്ക് 2x 3x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് DSLR ലെവൽ ക്വാളിറ്റിയിലാണ് ഇത് എടുത്തു തരിക. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വാക്ക് മാത്രം വിശ്വസിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്ത് S23 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സ്റ്റോറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയണതെന്ന്. അപ്പോൾ ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ ഐ എം ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഫോൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ആയിക്കോട്ടെ, ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, ബാറ്ററി ലൈഫും അത്യാവശ്യം ഡീസൻ്റാണ്. ചാർജിങ് സ്പീഡ് മാത്രമേ എനിക്ക് കുറവ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ, ഇപ്പോൾ സമ്മർ ഡേയ്സിൽ ഞാൻ ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സമ്മർ ഡേയ്സിലും മറ്റ് ഫോണുകളിൽ ചൂടാവണ മാതിരി ഈ ഫോൺ അത്ര ചൂടാവില്ല. പക്ഷേ നിങ്ങൾ കുറച്ചധികം പുഷ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ഫോൺ ചെറുതായിട്ട് ചൂടാവും ഇൻ സമ്മർ ഡേയ്സ്. പക്ഷേ ഇപ്പോൾ മഴക്കാലത്ത് അത്ര ചൂടൊന്നും ആവണില്ല ഈ ഫോണ്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റായ ഫോണാണ്. ഇപ്പോൾ നിങ്ങൾ ബിഗ് ബില്യൺ ഡേയ്സിന് ഒരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഫോൺ കൺസിഡർ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്